നമസ്കാരം. നാട്ടുരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഒറ്റ നോട്ടത്തിൽ തൊടുപുഴ എന്ന വാണിജ്യ നഗരത്തിലേക്ക്. തൊടുപുഴ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ വാണിജ്യ നഗരം. ഏറ്റവും വലിയ ടൂറിസ്റ്റ് മേഖലകൾ ഇടുക്കി ആർച്ച് ഡാം. ഏത് സിനിമ ഷൂട്ടിംഗ് ചെയ്താലും പ്രകൃതി മനോഹരതയിൽ തന്നെ ഹിറ്റാവുന്ന സിനിമയുടെ ഫിലിം സിറ്റി എന്ന് പറയാം. ചുരുക്കം പറഞ്ഞാൽ പ്രകൃതിയമായ ഒരു ഫിലിം സിറ്റി എന്നും വിശേഷിപ്പിക്കുന്നതിൽ തെറ്റില്ല. ഇതുമൂലം തൊടുപുഴക്കാർ എന്നും അഭിമാനം കൊണ്ടും ശകലം അഹങ്കാരത്തിലുമാണ് മറ്റ് ജില്ലകളിൽ വെച്ച്. എന്നാൽ ഇടുക്കി ജില്ലാ ഭരണകൂടം തൊടുപുഴയിലെ ഉദ്യോഗസ്ഥരും ഇതിനെയെല്ലാം പുല്ലുവിലയാണ് നൽകുന്നത്. ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ നിറഞ്ഞ മലങ്കര ഡാം, കൊടിയത്തൂരിന്റെയും പ്രകൃതി ഭംഗി ആസ്വദിക്കാം ദിനം പ്രതി നിരവധി ടൂറിസ്റ്റുകളാണ് തൊടുപുഴ ടൗണിൽ എത്താറുള്ളത്. എന്നാൽ തൊടുപുഴയുടെ 20 കിലോമീറ്റർ ചുറ്റളവിൽ കിടക്കുന്ന ഈ സ്ഥലത്തേക്കുള്ള പ്രധാന ടൂറിസ്റ്റ് മേഖലകൾ രേഖപ്പെടുത്തുന്ന ചിത്രങ്ങളോ അങ്ങോട്ടുള്ള ദൂരപരിധിയോ തൊടുപുഴ പട്ടണത്തിൽ എത്തുന്ന ഒരു ടൂറിസ്റ്റുകൾക്കും വായിച്ചറിയാനും കണ്ടറിയാനും ഒരു ബോർഡ് വരെ ഇല്ലാത്തത് നമ്മുടെ ഭരണകൂടം ടൂറിസത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ അവഗണനയെന്ന് പറയാതെ വയ്യാം. രാഷ്ട്രീയ വികസന കാര്യങ്ങൾ പറഞ്ഞ് ടൂറിസത്തെ വാനവോളം പുകഴ്ത്തുന്ന ഈ തൊടുപുഴക്കാർ, ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ടൂറിസം ഡെവലപ്മെന്റുമായി വികസനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ നമ്മുടെ ഭരണകൂടം എന്നേക്കും തൊടുപുഴയ്ക്ക് അടഞ്ഞ അധ്യായമെന്ന് പറയാതെ വയ്യ. ഈ മഴക്കാല സീസൺ തൊടുപുഴയുടെ ചുറ്റുവട്ടം കിടക്കുന്ന നയനമനോഹരമായ വെള്ളച്ചാട്ടങ്ങൾ കാണാൻ നിരവധി ടൂറിസ്റ്റുകൾ തൊടുപുഴ ടൗണിൽ എത്തി തലങ്ങും വിലങ്ങും കറങ്ങി നടന്ന ജനങ്ങളോട് ചോദിച്ചറിഞ്ഞാണ് തൊമ്മൻകുത്ത്, കൊടിയത്തൂരുടെ നയനമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ സന്ദർശിക്കാനും മൂലമറ്റം ഭാഗങ്ങളിലുള്ള വെള്ളച്ചാട്ടങ്ങൾ കാണാനും കൂടാതെ വാഗമൺ എന്ന ടൂറിസ്റ്റ് മേഖലകളിലേക്ക് എത്തിപ്പെടാനുള്ള വഴികൾ ചോദിച്ചറിഞ്ഞും പോകുന്ന ടൂറിസ്റ്റുകൾക്ക് തൊടുപുഴയിലെ ചുറ്റുവട്ടം കിടക്കുന്ന ഇത്രയും മനോഹര പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ കണ്ടറിയാൻ ഒരു മാർഗവുമില്ല. അന്തർ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന ടൂറിസ്റ്റുകൾ ഇതൊന്നും കണ്ടാസ്വദിക്കാൻ പറ്റാതെ നേരെ വാഗമൺ വെച്ചു പിടിപ്പിക്കാറാണുള്ളത്. അവിടെ ചെന്ന് മൊട്ടക്കുന്നുകളും ഫൈൻ മരങ്ങളും കണ്ട് നേരെ മറ്റ് ടൂറിസ്റ്റ് മേഖലകൾ അന്വേഷിച്ച് സ്ഥലം വിടാറാണുള്ളത്. മലങ്കര ടൂറിസത്തിന്റെ ഇതുവരെയുള്ള ടൂറിസവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുള്ള വർക്കുകളും എക്സ്പെൻസുകളും നോക്കിയാൽ എല്ലാം പാതി വഴിയിൽ എത്തി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.